രാജീവ് ചന്ദ്രശേഖരൻ ഇനി കേരള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. കേന്ദ്ര നേതൃത്വമാണ് അദ്ദേഹത്തെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. രണ്ടാം മോദി മന്ത്രിസഭയിൽ IT വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ. താരതമ്യേന അപരിചിതനായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മിന്നും പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അറിയപ്പെടുന്ന ടെക്നോക്രാറ്റും പ്രമുഖ വ്യവസായിയുമാണ് ചന്ദ്രശേഖരൻ. ജനസ്വീകാര്യനായ വികസനമുഖമുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ എന്നായിരുന്നു കേന്ദ്ര തീരുമാനം. ഇതുമായി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുണ്ടാകും. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക. കേരളത്തിലെ ബി.ജെ.പി. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്ന ബി.ജെ.പി. നേതാവ് പ്രഹ്ലാദ് ജോഷിയാകും പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് അദ്ദേഹമാണ് മേൽനോട്ടം വഹിക്കുന്നത്. യോഗ്യതകളേറെയുള്ള ചന്ദ്രശേഖർ എന്തുകൊണ്ടും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ അനുയോജ്യനാണ്. അദ്ദേഹം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ മികച്ച വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവുമാണ്. വ്യോമസേന ഉദ്യോഗസ്ഥനായ MK ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം. കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള വരവ്. തൃശൂർ കൊണ്ടയൂരിലാണ് അമ്മ വീട്. ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി 1994 BPL-ലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികനായി. 2005 ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വിപുലമാക്കി. 2006 ഏപ്രിൽ മുതൽ 2018 ഏപ്രിൽ വരെ കർണാടകയെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിൽ സ്വതന്ത്ര അംഗമായിരുന്നു രാജീവ്. 2018 ഏപ്രിലിൽ ബി.ജെ.പി. അംഗമെന്ന നിലയിൽ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണപരിഷ്കാരങ്ങൾ, സ്ഥാപന നിർമ്മാണം, ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ, സായുധ സേനാംഗങ്ങളുടെ ക്ഷേമം, ബാംഗ്ലൂരിന്റെയും കർണാടകയുടെയും സുസ്ഥിര വികസനം എന്നിവയ്ക്കായി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഭരണം, സാങ്കേതികവിദ്യ, സാമ്പത്തിക ശാസ്ത്രം എന്നിവയുടെ ശക്തമായ വക്താവാണ് രാജീവ്. ആദ്യമായി MP ആയ അദ്ദേഹം പാർലമെന്റിൽ 2G അഴിമതി പോലുള്ള അഴിമതി ഉന്നയിച്ച ആദ്യ വ്യക്തിയായിരുന്നു. സമ്പദ് വ്യവസ്ഥയിലെയും ഭരണത്തിലെയും പരിഷ്കാരങ്ങൾ, സാങ്കേതിക വിദ്യ, ഇന്റർനെറ്റ്, യുവാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ബംഗളൂരുവിന്റെ ദേശീയ സുരക്ഷ, സുസ്ഥിര നഗരഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും രാജീവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ സായുധ സേനാംഗങ്ങൾക്ക് പോസ്റ്റിംഗ് സ്ഥലത്ത് വോട്ടവകാശം ലഭിക്കുന്നതിനും പോസ്റ്റൽ ബാലറ്റ് സൗകര്യം സായുധ സേനയിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള കൂടുതൽ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കും കാരണമായത് അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രചാരണവും പിന്നീട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയുമാണ്. 2016 സെപ്റ്റംബറിൽ ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് നൽകിയ MFN പദവിയെ ചോദ്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ MP ആയിരുന്നു അദ്ദേഹം. 2016 നവംബർ 18 രാജ്യസഭയിൽ ഭീകരതയുടെ സ്പോൺസറായി രാജ്യങ്ങളുടെ പ്രഖ്യാപനം ബിൽ 2016 എന്ന തലക്കെട്ടിൽ ഒരു സ്വകാര്യ അംഗ ബിൽ അവതരിപ്പിച്ചു. 2016 ഫെബ്രുവരിയിൽ വെസ്റ്റേൺ കമാൻഡിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ KJ സിംഗ് AVSM സായുധ സേനയ്ക്കും വെറ്ററന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി നൽകിയ പിന്തുണയ്ക്കും പ്രവർത്തനത്തിനും ചണ്ഡീഗഡിലെ ആസ്ഥാനമായ വെസ്റ്റേൺ കമാൻഡിൽ GOC-INC അഭിനന്ദന കാർഡ് നൽകി രാജീവിനെ ആദരിച്ചു. ഇന്ത്യയിലെ ഇന്റർനെറ്റ് സെൻസർഷിപ്പിനെതിരെ പോരാടുന്നതിനും ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന നിയമനിർമ്മാണത്തെ വെല്ലുവിളിക്കുന്നതിനും വേണ്ടി ഡിജിറ്റൽ സ്വാതന്ത്ര്യം എന്ന വിഭാഗത്തിൽ 2013 UK-യുടെ അഭിമാനകരമായ ഇൻഡെക്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അവാർഡിന് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്.